ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു SCERT സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ പാഠമാണ് നോക്കുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ പേരിതാണ് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഈ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന പാഠം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മനോഹരമായ കവിത കാണാം. കവിത ഇതാണ്: സൂര്യനിൽ നിന്നൊരു ചൂടുതി കൂടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഭൂമി സനാതനയാണ് എന്ന വയലാർ രാമവർമ്മയുടെ ഒരു പ്രശസ്തമായ കവിതയിലെ ചില ഏടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? സൂര്യനിൽ നിന്നടർന്ന ഒരു തീക്കൂടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്ത് മയങ്ങി ഉണർന്നാണ് നമ്മുടെ ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ തൻ്റെ കവിതയിലൂടെ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് പോകാം ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളം അല്ലേ? നിലവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ആകാശഗോളങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അന്തരീക്ഷവും ജലവും അനുകൂല കാലാവസ്ഥയും എന്തിന് ജീവന്റെ തുടുപ്പുകളുമുള്ള ഒരേ ഒരു ആകാശഗോളമായിട്ട് നമ്മൾ ഭൂമിയെ കണക്കാക്കുന്നു, നമ്മുടെ സ്വന്തം ഭൂമി. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്ന് വിളിക്കുന്നു. നമ്മൾ ആദ്യകാലങ്ങളിലെല്ലാം പഠിച്ചിരുന്നു അല്ലേ? നമ്മുടെ ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത് ഭൂമി സ്ക്വയർ ആണെന്നാണ് അല്ലേ, ചതുരക്കട്ടയാണ്. ആരും ഒരുപാട് ദൂരം പോയിരുന്നില്ല, വീണു പോകുമോ എന്ന് ഭയന്നിരുന്നു. പിന്നീട് അവിടുന്ന് നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു, റൗണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമുക്കറിയാം ധ്രുവങ്ങളിൽ അല്പം പരന്നും, ധ്രുവഭാഗം എന്ന് പറയുന്നത് മോൾ ഭാഗങ്ങളിൽ അല്പം പരന്നും പിന്നെ മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ ഭൂമിയുടെ ഈ ആകൃതി അറിയപ്പെടുന്നത് എന്താണെടാ? ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. ചോദ്യം അവിടെയുണ്ട്. എന്താണ് ഭൂമിയുടെ ആകൃതി? ഏതാണ് ആകൃതി? ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് സ്പെഷ്യാലിറ്റി എന്താണ്? പ്രത്യേകത ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും. അപ്പം സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം അല്ലെ? കൃത്യമായിട്ടും 6ാം ക്ലാസ്സിലെ നമ്മുടെ 4ാമത്തെ പാഠത്തിൽ സോഷ്യൽ സയൻസിൽ നമുക്കിത് ലഭ്യമാണ്. എന്താണ്? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന ജിയോയിഡ് ആകൃതിയാണ് നമ്മുടെ ഭൂമിക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത്, ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. അപ്പം ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് ഗ്ലോബ്. ഒരു ചോദ്യമായല്ലോ, ഇവിടെ ഒരു ചോദ്യമായി. അതുപോലെ ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. അപ്പൊ ഗ്ലോബിന്റെ 2 ഉപയോഗങ്ങളിൽ എന്ത് വരും? ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു മോഡൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ ഉപരിതലത്തിൽ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമി കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പം ഗ്ലോബിന്റെ 2 ഉപയോഗങ്ങളിൽ പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ആക്കാം. എന്താണ്? ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും നമ്മളെ സഹായിക്കുന്നു ഗ്ലോബ്. ഓർക്കുമല്ലോ? അക്ഷാംശ രേഖകൾ അഥവാ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ അക്ഷാംശ രേഖകൾ അഥവാ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ് പറയുന്നത്. നോക്കാം. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ചോദ്യം, അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലടാ. ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാമല്ലോ. എന്താണ്? ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ എന്താണത്? അതൊരു സാങ്കല്പിക രേഖയാണെന്ന് ഓർക്കുക. അതാണ് അക്ഷാംശ രേഖ. ക്ലിയർ അല്ലേ? അടുത്തത്,
ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. ശ്രദ്ധിക്കുക, ഭൗമോപരിതലത്തിൽ, ഭൗമത്തിൽ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. അതായത് റൗണ്ട് ആണ്. കാണാൻ നമുക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ സാധിക്കുന്നു. റൗണ്ട് അല്ലേ? നിങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? റൗണ്ട് അല്ലേ? നോക്കൂ, എന്താണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി ഇക്വേറ്റർ ആണല്ലേ. അതിന് സമാന്തരമായിട്ട് മുകളിലായിട്ട് താഴെയായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന എന്താണ്? അക്ഷാംശ വൃത്തങ്ങളാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അക്ഷാംശ രേഖകൾ അഥവാ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ചിത്രം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണും അല്ലേ? ഇതാണ് ഭൂമധ്യരേഖ. അതിന് മുകളിൽ നിങ്ങൾക്ക് മറ്റൊരു അക്ഷാംശ വൃത്തം കാണാം, മറ്റൊരു അക്ഷാംശ വൃത്തം കാണാം. അതിലെ ഓരോ ഡിഗ്രികൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഇതിൽ 0 അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത്. ചോദ്യം ഇവിടെയുണ്ട്. ഏറ്റവും വലിപ്പമുള്ളത് ഏതാണടാ? അത് 0 അക്ഷാംശ വൃത്തമാണ്. ഇതാണ്ടേ കാണുന്നുണ്ടല്ലോ, 0 അക്ഷാംശ വൃത്തം. ഇതല്ലേ ഏറ്റവും വലിപ്പമുള്ളത്, ഏറ്റവും നടുക്ക്. പിന്നെ ഇത് ഇതാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നു. അതുപോലെ താഴെ പോയാലും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം 0 അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത് എന്ന് കണ്ടെത്തിയല്ലോ. ഇതാണ് ഭൂമധ്യരേഖ. അപ്പൊ ഭൂമധ്യരേഖ എന്താണെന്ന് മനസ്സിലായി. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമധ്യരേഖ എത്രയാണ്? 0 ഡിഗ്രി അക്ഷാംശമാണ്. ഏറ്റവും വലിയ വൃത്തമാണ്. 2 ചോദ്യങ്ങൾ അവിടെയുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അറിയാന്നുള്ളവർക്ക് ഇത് ഒരു റിവിഷൻ ആയിക്കോട്ടെ. ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. നോക്കടാ, വടക്ക് മുകളിലേക്കും തെക്ക് താഴേക്കും അക്ഷാംശ രേഖകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പിക്ചറിൽ അല്ലെ. അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് നിരീക്ഷിക്കും. എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണോ? അല്ല. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അടുത്തൊരു പോയിന്റ് ഇവിടെ നോക്കടാ, സ്റ്റേറ്റ്മെന്റ് ആക്കാം. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ഭൂമി അല്ലേ, ഭൂമിയുടെ അക്ഷാംശ രേഖകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നു. 0 ഡിഗ്രി അല്ലേ, അതിനെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. അതാണ് ഏറ്റവും വലിപ്പമുള്ളത്. ഇനി വടക്ക് വശത്തോട്ട് പോകും തോറും ഈ ഭൂമധ്യരേഖയുടെ കൂടെയുള്ള എന്താണ് അക്ഷാംശ രേഖകൾ ചെറുതായി വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തെക്ക് പോകുമ്പോഴും ചെറുതായി വരുന്നത് കാണാം. അപ്പം നമ്മൾ ഈ പേജിൽ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? അക്ഷാംശ രേഖകൾ എന്താണെന്ന് പറഞ്ഞു, അക്ഷാംശ വൃത്തങ്ങളാണിവ എന്ന് പറഞ്ഞു, 0 ഡിഗ്രി അക്ഷാംശ രേഖകളാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് പറഞ്ഞു, അതിനെ നമ്മൾ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഭൂമധ്യരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്കും പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നതും നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കടാ, ഒരു പിക്ചർ നിങ്ങൾ കാണുന്നു അല്ലേ? ഇവിടെ എന്താണ് കാണുന്നത്? ഭൂമി നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നു അല്ലേ? ആ മുറിച്ചിരിക്കുന്നതിൽ മോൾ ഭാഗത്തെ നമ്മൾ ഉത്തരാർദ്ധഗോളം എന്ന് പറയും, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ. താഴേനെയോ നമ്മൾ ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ചിത്രത്തെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം അഥവാ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളത്തെ നമുക്ക് എന്ത് പറയാം? ദക്ഷിണാർദ്ധഗോളം എന്നും പറയാം, സദേൺ ഹെമിസ്ഫിയർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഭൂമിയെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ളതിനെ നമ്മൾ ഉത്തരാർദ്ധഗോളം എന്നും വടക്കുള്ളത് ഉദരാർദ്ധഗോളം എന്നും തെക്കുള്ളത് ദക്ഷിണാർദ്ധഗോളം എന്നും പറയും. അടുത്ത് നോക്കടാ, ഭൂമധ്യരേഖയെ നമ്മൾ എന്ത് പറയും? 0 ഡിഗ്രി അക്ഷാംശ വൃത്തം എന്നും പറയും. ഇപ്പൊ വൃത്തം കണ്ടിട്ട് നിങ്ങൾ എന്താണ് കൺഫ്യൂസ് ആവില്ല. അക്ഷാംശ വൃത്തം എന്നും നമ്മൾ എന്തിനെ പറയാറുണ്ട്? ഭൂമധ്യരേഖയെ പറയാറുണ്ട്. ഓർത്ത് വെക്കുക, ഭൂമധ്യരേഖയെ നമ്മൾ എന്തും പറയും? 0 ഡിഗ്രി അക്ഷാംശ വൃത്തം എന്നും പറയും. നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരും. നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു.
അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. അപ്പം നമ്മൾ എവിടെയാണ് അവസാനിക്കുന്നത്? 90 ധ്രുവ വടക്കിലും 90 ഡിഗ്രി തെക്കിലും അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. നമുക്കൊന്ന് പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ ഒരു 90 ഡിഗ്രി നിങ്ങൾ കാണുന്നുണ്ടല്ലോടാ, അതാണ്ടേ കാണുന്നു അല്ലേ? ഇവിടെയും കാണുന്നുണ്ടോ? നോക്കടാ, ഇവിടെ ഒരു 90 ഡിഗ്രി കാണുന്നുണ്ടല്ലോ. ഇതിനെ നമുക്ക് കാണുന്നതിന് വേണ്ടി ഒന്ന് ചരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ, അതായത് 90 ഡിഗ്രി വടക്ക് അല്ലേ, 90 ഡിഗ്രി വടക്ക് ഉണ്ട്, 90 ഡിഗ്രി തെക്കുണ്ട്. നമുക്ക് ഈ പിക്ചറിൽ അത് കാണുന്നില്ല. 90 ഡിഗ്രി വടക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനെ എന്ത് പറയുന്നു? ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ എന്ത് പറയുന്നു? ഉത്തര ധ്രുവം. ഉത്തര ധ്രുവം അല്ലെങ്കിൽ എന്ത് പറയും നമ്മള്? നോർത്ത് പോൾ. ഓക്കെ, ഓക്കെ അല്ലേടാ? അപ്പം നടുക്ക് ഭൂമധ്യരേഖയിൽ നിന്ന് വടക്ക് മുകളിലോട്ട് പോറുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്നു. അക്ഷാംശ വൃത്തങ്ങൾ അഥവാ അക്ഷാംശ രേഖകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. അത് 90 ഡിഗ്രിയിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിനെ എന്ത് പേര് പറഞ്ഞു വിളിക്കും? ഉത്തര ധ്രുവമെന്നോ നോർത്ത് പോൾ എന്നോ നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതൊന്ന് ചരിച്ച് നമ്മളെ കാണിക്കുന്നതാണ്. ഈ തെക്കും ഇതുപോലെ പോയി എന്ത് വരുന്നു? 90 ഡിഗ്രി വരും, 90 ഡിഗ്രി സൗത്ത് വരും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കും. എന്ത് വിളിക്കും ഇവിടെ? ദക്ഷിണ ധ്രുവം. ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ? സൗത്ത് പോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സൗത്ത് പോൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ, ഉത്തര ധ്രുവം എന്താണ്, ദക്ഷിണ ധ്രുവം എന്താണ്, വലിപ്പം കുറഞ്ഞു വരുന്ന കാര്യം പറഞ്ഞിരുന്നു, 90 ഡിഗ്രി എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. ഓർക്കുക. ഇനി നമുക്കിവിടെ രണ്ട് പിക്ചർ കാണാം അല്ലേ? ഉത്തര ധ്രുവം കാണാം, 90 ഡിഗ്രി നോർത്ത്. താഴെ 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ ദക്ഷിണ ധ്രുവവും നമുക്ക് കാണാം. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നിരീക്ഷിക്കൂ. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. നോക്കടാ, നിങ്ങൾ ഇവിടെ ഒരു നേർരേഖ കാണുന്നുണ്ടോ? ഇതിലും കാണുന്നുണ്ട്. ഈ നേർരേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതെല്ലാം സാങ്കല്പികമാണ്. ഈ നേർരേഖയെ നമ്മൾ പറയുന്നതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. എന്ത് പറയും? ഭൂമിയുടെ അച്ചുതണ്ട്. ആക്സിസ് എന്ന് പറയും. ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയും. ഭൂമിയുടെ എന്ത് പറയും? അച്ചുതണ്ട് എന്ന് പറയും, അഥവാ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം ഇതിൻ്റെ നടുക്കൂടി അല്ലേ? ഇതിൻ്റെ നടുക്കൂടി ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ നോർത്തിനെയും ഇവിടുത്തെ സൗത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതിനെ നമ്മൾ എന്ത് പറയും? അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. മറ്റൊരു പേരെന്താണ്? ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ആക്സിസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കുകയാണ്, ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അല്ലെ? ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി എന്ത് ചെയ്യുന്നതടാ? ഭ്രമണം ചെയ്യുന്നത്. എന്താണ് ഭ്രമണം? ഭ്രമണം എന്താണെടാ? റൊട്ടേഷൻ. ഭ്രമണം എന്താണ്? റൊട്ടേഷൻ. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചരിവുണ്ട്. ചിത്രം ബി നമുക്ക് നിരീക്ഷിക്കാം. ഇവിടെ നോക്കാമിടാ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അച്ചുതണ്ടിനെ നമ്മൾ ആധാരമാക്കി ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അച്ചുതണ്ടിനെ ആധാരമാക്കി ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അച്ചുതണ്ടിന്റെ ഭൂമിയുടെ പരിക്രമണം എന്താണെടാ? റെവല്യൂഷൻ. റൊട്ടേഷനും റെവല്യൂഷനും. പരിക്രമണത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചരിവുണ്ട്. ചോദ്യമാണ് ക്വസ്റ്റ്യൻ. എത്ര ഡിഗ്രി ചരിവാണുള്ളത്? 23.5 ഡിഗ്രി ചരിവാണ് ഉള്ളത്. എത്ര ഡിഗ്രിയാണെടാ? 23 ഡിഗ്രി. നമ്മൾ അച്ചുതണ്ട്, സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നും നോക്കൂ, ഒരു 23.5 ഡിഗ്രി ചരിവ് ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ
അല്ലേ? ഇതിൽ താണ്ട് കിടക്കുന്നടാ ഭൂമധ്യരേഖ താ കിടക്കുന്നു, 23.5 ഡിഗ്രി വടക്ക് കിടക്കുന്നു, 66.5 ഡിഗ്രി വടക്ക് കിടക്കുന്നു, 90 ഡിഗ്രി വടക്ക് കിടക്കുന്നു. മുകളിലേക്കുള്ളത് വടക്ക്, താഴേക്ക് ഭൂമധ്യരേഖയ്ക്ക് താഴെ 23.5 ഡിഗ്രി തെക്ക് കിടക്കുന്നു, ദക്ഷിണായന രേഖ. പിന്നെ അന്റാർട്ടിക് വൃത്തം നമുക്ക് കാണുന്നു. പിന്നെ ഇതിന് ചരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് താഴെ ഇതുപോലെ തന്നെ ആർട്ടിക് വൃത്തമുണ്ട്, അന്റാർട്ടിക് വൃത്തം താഴെയുണ്ട്, അതുപോലെ തന്നെ 90 ഡിഗ്രി തെക്ക് ഉണ്ട്, ദക്ഷിണ ധ്രുവവും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ആലോചിക്കുക. ഈ സാങ്കല്പ അഞ്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് എത്ര 23.5 ഡിഗ്രിയാണ് ചരിവുള്ളത്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഈ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് വരൂ. നമ്മൾ കുട്ടിക്കാലത്ത് ജിയോഗ്രഫി പുസ്തകങ്ങളിൽ വരച്ച് പഠിച്ച ഒരു പടമാണിത്. നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫെമിലിയർ ആണ്. കുറച്ച് നാൾ ഒരു ബ്രേക്ക് വരുന്നവർക്ക് മാത്രമേ ഇതൊരു ന്യൂ അനുഭവം വരുള്ളൂ. ഓക്കെ, അപ്പം ഈ നടുക്കൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ രേഖയാണ് ഭൂമധ്യരേഖ. എത്രയാണിടാ? 0 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് പഠിച്ചു പോകാം. അതിന് തൊട്ട് മുകളിലായി വടക്ക് കാണുന്ന 23.5 ഡിഗ്രി വടക്കാണ് ഏത്? ഉത്തരായന രേഖ, അല്ലെങ്കിൽ അത് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. അപ്പം വടക്കാണ്. അപ്പം അതേപോലെ തെക്കെടുത്താൽ 23.5 ഡിഗ്രി തെക്കുണ്ട്. അതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ എന്ന് പറയും. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ. ഓക്കെ, ഇനി അവിടുന്ന് വീണ്ടും നമ്മൾ വടക്ക് മുകളിലേക്ക് പോകുമ്പോൾ 66.5 ഡിഗ്രി വടക്കിലെത്തുമ്പോൾ നമുക്ക് കാണാം ആർട്ടിക് വൃത്തം. ആർട്ടിക് വൃത്തം, ആർട്ടിക് സർക്കിൾ. അതേപോലെ തന്നെ ഭൂമധ്യരേഖയുടെ തെക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് 66.5 ഡിഗ്രിയിൽ നമുക്ക് കാണാം അന്റാർട്ടിക് വൃത്തം. എന്താണ്? അന്റാർട്ടിക് വൃത്തം. ഇത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ 90 ഡിഗ്രി തെക്ക്, മുകളിലേക്ക് പോകുമ്പോൾ 90 ഡിഗ്രി വടക്ക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കി വയ്ക്കുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? പരിക്രമണ തലത്തിലെ ലംബം എത്രയാണെടാ? 23.5 ഡിഗ്രി അല്ലേ? 23.5 ഡിഗ്രി അല്ലേ? ഓർക്കും, മനസ്സിലാവുന്നുണ്ടോ? പരിക്രമണ തലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പരിക്രമണ തലം എന്താണ്? ഇതിന് നിങ്ങളുടെ ആശയം ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അച്ചുതണ്ടിന്റെ ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചരിവുണ്ട് എന്നുള്ളത് ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഒരു ചിത്രം പഠിച്ചില്ലേ? അത് നമ്മളിവിടെ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രധാന അക്ഷാംശ രേഖകളും ഡിഗ്രി അളവുമാണ് അല്ലേ? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയെ നമ്മൾ ഇംഗ്ലീഷിൽ ഇക്വേറ്റർ എന്ന് പറയും. ഇക്വേറ്റർ എന്നും പറയും അല്ലേ? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എത്രയാണ്? 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയാണ്, ഏറ്റവും വലിപ്പം കൂടിയതാണ്. ഇനി നമ്മൾ എന്ത് പഠിച്ചു? ഉത്തരായന രേഖ. ഉത്തരായന രേഖയെ നമ്മൾ എന്ത് പറഞ്ഞു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്രയാണെടാ? 23.5 ഡിഗ്രി വടക്ക് അഥവാ നോർത്ത്. ഓക്കെ, ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23.5 ഡിഗ്രി വടക്കാണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 23.5 ഡിഗ്രി തെക്ക്. അതേതാണെടാ? അതാണ് ദക്ഷിണായന രേഖ. മറ്റൊരു പേര് ഇംഗ്ലീഷിൽ എന്ത് പറയും നമ്മളതിനെ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്രയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത് ആണ്, അഥവാ തെക്കാണ്. തെക്കല്ലെങ്കിൽ സൗത്ത് ആണ്, ഓർത്തു വയ്ക്കുക. ഇനി ആർട്ടിക് വൃത്തം. ആർട്ടിക് വൃത്തം എത്രയാണെടാ? 66.5 ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ നോർത്താണ്. ഇനി ആർട്ടിക് വൃത്തത്തിന് ആർട്ടിക് സർക്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ത് പറയും ഇംഗ്ലീഷിൽ? നമ്മൾ ഇതിനെ ആർട്ടിക് സർക്കിൾ എന്ന് പറയും. ഇത് അന്റാർട്ടിക് വൃത്തമാണ്. ഇതിനെ നമ്മൾ അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയും. അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയും. ഓക്കെ, അന്റാർട്ടിക് സർക്കിൾ, ആർട്ടിക് സർക്കിൾ രണ്ടും 66 ഡിഗ്രിയാണ് എന്ന് ഓർക്കുക. ആർട്ടിക് വൃത്തമാണെങ്കിൽ വടക്കാണെന്നും അന്റാർട്ടിക് വൃത്തമാണെങ്കിൽ തെക്കാണെന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ബിഗിനേഴ്സിന് അതുപോലെ എന്താണ്
ഈ തെക്ക് വടക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഈ ചാർട്ട് ഫില്ല് ചെയ്തില്ലേ? ഒന്നും കൂടി പറയാം ചാർട്ട്. ഇവിടെ നോക്കുന്ന പ്രധാന അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഇക്വേറ്റർ ഭൂമധ്യരേഖ 0°C, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ 23.5° വടക്ക് അഥവാ നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ 23.5° തെക്ക് അഥവാ സൗത്ത്, ആർട്ടിക് സർക്കിൾ ആർട്ടിക് വൃത്തം 66.5° വടക്ക് അഥവാ നോർത്ത്, അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് വൃത്തം 66.5° തെക്ക്, ധ്രുവപ്രദേശം വടക്കാണെങ്കിൽ 90°യും തെക്ക് വടക്കാണെങ്കിൽ 90°, ഉത്തര ധ്രുവവും തെക്കാണെങ്കിൽ ദക്ഷിണ ധ്രുവം 90° സൗത്തുമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് രേഖാംശ രേഖകളാണ്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മുകളിൽ രേഖ ഇടും അല്ലേ? ഈ രേഖ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെയല്ലേ ഇരിക്കുക? അപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുക രേഖ? അപ്പം രേഖ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലൈനുകളാണ് അല്ലേ? വെർട്ടിക്കൽ ലൈനുകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. രേഖാംശ രേഖകളെ നമ്മൾ എന്ത് പറയുന്നു? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഇവിടെ നോക്കാം. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമ ഉപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ചോദ്യമായി എന്താണ് ചോദ്യം? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമ ഉപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അല്ലെ? ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ, ഇവിടുത്തെ നോർത്തിനെയും സൗത്തിനെയും 90° നോർത്തിനെയും സൗത്തിനെയും എന്താണ് ഒരുമിച്ച് കൊണ്ട് വരയ്ക്കുന്ന രേഖകളെ നമ്മൾ എന്ത് പറയുന്നു? രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നു. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യത്തിൽ ഏറ്റവും നടുക്കുള്ള ഭൂമധ്യരേഖയാണ് ഏറ്റവും വലുത്. മുകളിലേക്ക് പോകുന്തോറും താഴേക്ക് പോകുന്തോറും സംഭവം ചെറുതായി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നോക്കടാ, എന്താണ്? ഒരേ വലിപ്പമുള്ള അർദ്ധഗോളങ്ങളാണിവ. എവിടെ വരച്ചാലും ഇതിന്റെ വലിപ്പം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് എന്നത് ഓർത്തു വയ്ക്കുക. ഓക്കെ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരേ വലിപ്പമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്തത്, രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കി ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? സമയം നിർണ്ണയിക്കുന്നു. ഇങ്ങനെ ചോദിക്കാം. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന രേഖകളിൽ ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ഓർത്തു വയ്ക്കുക, രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഇനി പ്രധാന രേഖാംശ രേഖകളാണ് 0° രേഖാംശ രേഖയും 180° രേഖാംശ രേഖയും. അപ്പം പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഏതൊക്കെയാണ്? 0° രേഖാംശ രേഖ പുതിയതാണ്, പ്രധാനമാണ്. അതുപോലെ തന്നെ 180° രേഖാംശ രേഖയും ഓർക്കുക. 1° ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുന്നു. അടുത്ത ചോദ്യം, എത്ര ഡിഗ്രി ഇടവിട്ടാണ് രണ്ട് ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ അത് 1° ആണെന്ന് ഓർക്കുക. ഓക്കെ. മറ്റൊരു ചോദ്യം അല്ലേ? ബന്ധിപ്പിച്ചുകൊണ്ട് രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കുക. എങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കും. അപ്പം ഇൻ ടോട്ടൽ നമുക്ക് എത്ര രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കും? 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കും. കൃത്യമായി ഓർക്കുക. അപ്പം ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് രേഖാംശ രേഖകൾ. ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. രണ്ട് പ്രധാന രേഖാംശ രേഖകളാണ് 0° രേഖാംശ രേഖയും 180° രേഖാംശ രേഖയും ഓർത്തു വയ്ക്കുക. ഇടവിട്ട് ഒരു ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനിയും പ്രധാന രേഖാംശ രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, കണ്ടോ? നോർത്തും സൗത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു രേഖാംശ രേഖ 0°. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0°യെ കുറിച്ച് അല്ലേ? 0° രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ 0° ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ 0° ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു.
ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ പ്രൈം മെറിഡിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഗ്രീനിച്ച് രേഖ. എന്താണ്? ഗ്രീനിച്ച് രേഖ. ഓർത്ത് വെക്കുമല്ലോ അല്ലേ? ഇനി എന്നും ഇത് അറിയപ്പെടും. അടുത്ത 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. അപ്പം 0 ഡിഗ്രിക്ക് നേരെ എതിർവശത്തുള്ളതാണ് 180 ഡിഗ്രി രേഖാംശ രേഖ എന്നത് ഓർത്തു വയ്ക്കുക. അപ്പം ഇതിനെ ആധാരമാക്കിയാണ് നമ്മൾ എന്ത് നോക്കുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖ അല്ല എന്നതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 0 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നു. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗ്രീനിച്ച് രേഖ അഥവാ ഗ്രീൻവിച്ച് ലൈൻ എന്ന് നമ്മൾ ഇതിനെ പറയുന്നു. പിന്നെ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശമാണ് 180 ഡിഗ്രി രേഖാംശ രേഖ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനിയും ഈ രേഖാംശ രേഖയെ ആധാരമാക്കിയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖ അല്ല എന്നത് ഓർത്തു വയ്ക്കുക. നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? കണ്ടോ? ഇതൊരു നേർരേഖയാണോ? അല്ല. അപ്പം പ്രൈം മെറിഡിയൻ ആണ് 0 ഡിഗ്രി രേഖാംശ രേഖയുടെ മറ്റൊരു പേര് ഗ്രീനിച്ച് രേഖ. എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖ കിട്ടിയതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? ഇതൊരു നേർരേഖ അല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്തത്, പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും അഥവാ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി തിരിക്കാം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങളെന്നും വിളിക്കുന്നു. അപ്പം നമുക്ക് നോക്കാടാ, നമ്മൾ നേരത്തെ ഭൂമിയെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും അല്ലേ കട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരെ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം അറിയപ്പെടുന്നതാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ അഥവാ പടിഞ്ഞാറേ അർദ്ധഗോളം. ഇനി ഈ ഭാഗം അറിയുന്നതാണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ അഥവാ കിഴക്കേ അർദ്ധഗോളം. ക്ലിയർ അല്ലേ? അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അടുത്തൊരു പോയിന്റാണ് ഇവിടെ നോക്കടാ. ഏതാണ് പോയിന്റ്? ഏതാണ്? ഇവിടെ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് നിർദ്ദേശിക്കുന്നത്? ഒരു പ്രദേശത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അപ്പം എന്തിനെ നിർണ്ണയിക്കുന്നു? ഇപ്പം ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു സ്ഥാനം നിർണ്ണയിക്കുന്നത് നമ്മൾ എന്താണ്? ഇവിടുത്തെ രേഖാംശ രേഖയും അതുപോലെ തന്നെ അക്ഷാംശ രേഖയുടെയും ആ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ഥാനം ഇതിവിടെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി എന്താണ് കുറിക്കുന്നത്. എടാ, നിങ്ങൾക്ക് ഈ പിക്ചർ കാണാമല്ലോ. ഇവിടെ അക്ഷാംശ രേഖാംശ രേഖകൾ മാത്രമാണ് അല്ലെ ഇങ്ങനെ പോകുന്നത്. അക്ഷാംശ രേഖകളാണ്, ഇങ്ങനെ പോകുന്നത് രേഖാംശ രേഖകളാണ്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെ ചിത്രീകരിക്കുന്ന അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണിത്. അപ്പം ഇതിനെന്ത് പറയുന്നു? ജാലിക. ഇതാണ് ജാലിക അല്ലെ. ഇതിനെ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്രാറ്റിക്യൂൾ എന്നും വിളിക്കുന്നു. അപ്പൊ ജാലിക എന്താണെടാ? ജാലിക മറ്റൊരു പേരാണ് ജാലിക അല്ലെങ്കിൽ ഗ്രാറ്റിക്യൂൾ. ജാലിക അഥവാ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? അക്ഷാംശ രേഖാംശ രേഖകളെ യോജിപ്പിച്ച് വരച്ച് കാണിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി അല്ലേ. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. നമ്മൾ ഭൂപടങ്ങൾ എടുത്താലും ശരി, അതുപോലെ തന്നെ നമ്മൾ അറ്റ്ലസ് ഒക്കെ എടുത്ത്, അറ്റ്ലസ് ബുക്ക് ഓഫ് മാപ്സ് ആണ് അല്ലേ. മാപ്സിൻ്റെ കൂട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരി ആ ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ആ ഓരോ മാപ്പിലും നമുക്ക് അക്ഷാംശ രേഖാംശ രേഖകളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണും. അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പിക്ചറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ജാലിക എന്ന് പറയുന്നു അഥവാ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. എന്തൊക്കെ പഠിച്ചു? അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ അഥവാ ഒരു വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്.
സഹായിക്കുന്നത്. ഒരു പോയിന്റ് അവിടെ പഠിച്ചില്ലേ? അടുത്ത എന്ത് പഠിച്ചു? ഇങ്ങനെ ഇവരെ വരയ്ക്കുന്നതിനെ നമ്മൾ ഗ്രാറ്റിക്യൂൾ അഥവാ ജാലിക എന്ന് പറയുന്നു എന്നും പഠിച്ചു. ഇത് നമ്മൾ എല്ലാ മാപ്പുകളിൽ നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റുമെന്നും നമ്മൾ പഠിച്ചു. വേൾഡ് മാപ്പൊക്കെ എടുത്ത് നോക്കി നമുക്കിത് കാണാൻ പറ്റും അല്ലേ? ഭൂപടങ്ങളിലും അറ്റ്ലസിലുകളിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ഭൂപ്രക്ഷേപങ്ങൾ അഥവാ മാപ്പ് പ്രൊജക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഭൂമിയുടെ ഉപരിതലം അല്ലെ, ഭൂമിയുടെ ഓരോ പാർട്ടും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം അല്ലേ? നമ്മൾ പഠിച്ചു ഗ്ലോബ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓഫ് എർത്ത് ആണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ എർത്ത് ഇങ്ങനെ ഇരിക്കും, എർത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപരിതലം എന്ന്. പക്ഷെ നമ്മളൊരു ഡീറ്റെയിൽ സ്റ്റഡി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് ഗ്ലോബ് കൊണ്ട് മാത്രം പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മളെ സഹായിച്ചത് അല്ലേ? ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ്. അപ്പം ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് എന്താണ്? അതാണ് ഈ ജാലിക അല്ലെ? ജാലികയാണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം. അപ്പം ഇവിടെ ഒരു ചോദ്യം ചോദിക്കാലോടാ. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലം എന്താണ്? അതാണ് ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നത്. ഭൂപടം അഥവാ മാപ്പ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. അപ്പം ഭൂമിയുടെ ഉപരിതലം വക്രമാണ്, നമുക്കറിയാമല്ലേ? വക്രമാണ് എങ്കിൽ പോലും നമ്മൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? പരന്ന പ്രതലത്തിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ എന്ത് പറയാം? ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. നമുക്കറിയാമല്ലേ? വട്ടത്തിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഒരു പരന്ന പേപ്പറിലാക്കി വരയ്ക്കണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതെന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് ആണോ? അല്ല അല്ലേ? കണ്ടോ? നമ്മൾ കണ്ടോ? ഇതാണ് അതിനെ വരയ്ക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞടാ? അക്ഷാംശ രേഖാംശ ജാലികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടമെന്നും നമ്മൾ പറഞ്ഞു. അടുത്തത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂൾ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. ചോദ്യം: ഭൂപ്രക്ഷേപങ്ങൾ എന്താണ് ഭൂപ്രക്ഷേപങ്ങൾ? ഇവിടെ നോക്കടാ, ഒരു പോയിന്റ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ലാറ്റിറ്റ്യൂഡ് അല്ലേ, ലാറ്റിറ്റ്യൂഡിനെയും അതുപോലെ തന്നെ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിൽ, നമ്മൾ ജാലിക കണ്ടില്ലേ, ആ ജാലികയെ നമ്മളൊരു പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായ രീതിയിലേക്ക് വരയ്ക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? ഭൂപ്രക്ഷേപങ്ങൾ. എന്ത് പറയുന്നു? ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. അപ്പം നമുക്കറിയാം, നമ്മൾ മാപ്പ് കണ്ടുപിടിച്ചത് ഇന്നൊന്നുമല്ല. അപ്പോൾ പരമ്പരാഗതമായിട്ട് മാപ്പ് ഉണ്ടാക്കുന്ന രീതി ഏതായിരുന്നു? സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ്, ഒരു ലൈറ്റ് വല്ലതും വയ്ക്കും. അതായത് ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് വയ്ക്കും. ഓക്കെ, ലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ അപ്പം അവിടെ നിന്ന് നമുക്കൊരു എന്ത് കിട്ടും? ഒരു ഔട്ട്ലൈൻ കിട്ടുമല്ലോ. അങ്ങനെ മാറ്റി വരയ്ക്കുന്ന പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കാം. ഇനി പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം അല്ലേ? അപ്പം നമുക്ക് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെ, നമ്മൾ എന്താണ് പറഞ്ഞത്? പരന്ന ഒരു പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ? അങ്ങനെ മാറ്റി വരയ്ക്കുന്ന രീതി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനെ 3 രീതിയിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്താണ്? പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാം. അപ്പോൾ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. എന്താണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം? സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിരിക്കുന്നു. കാണാമല്ലോ, ഒരു ഗ്ലോബ്, അതിൻ്റെ അകത്തൊരു ലൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വച്ചിരിക്കുന്നു. ഒരു സിലിണ്ടർ ആകൃതിയിൽ ഇങ്ങനെ ഒരു പ്രതലം വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിലൂടെ കാണാൻ പറ്റും.
ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഇതിൽ ഈ ലൈറ്റ് വരുമ്പോൾ ഇതിന് ഒരു ഔട്ട്ലൈൻ നമുക്ക് പുറത്തേക്ക് ഈ പേപ്പറിൽ കാണാം. അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ വരകൾ വരച്ച് ചേർക്കുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യ രേഖാപ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സിലിണ്ടറിക്കൽ ഭൂപ്രക്ഷേപം? നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ എന്ത് ലഭിക്കും? നമുക്ക് സിലിണ്ടറിക്കൽ പ്രക്ഷേപം ലഭിക്കും. ക്ലിയർ ആണ്? ഓക്കെ. എന്താണ് ശീർഷതല പ്രക്ഷേപം? രണ്ടാമത്തതാണ് ശീർഷതല പ്രക്ഷേപം. സെനിത്തൽ പ്രൊജക്ഷൻ അഥവാ ശീർഷതല പ്രക്ഷേപം എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കടാ, ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്, കണ്ടോ? ഇതിൽ നോക്കടാ, ഇവിടെയും ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ മോൾ ഭാഗം, ഈ മോൾ ഭാഗത്തിന്റെ ആ ഒരു ഔട്ട്ലൈൻ വന്നിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വരച്ച് ചേർത്തിരിക്കുന്നത് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം. സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു. ശ്രദ്ധിക്കുക, സെനിത്തൽ അഥവാ ശീർഷം എന്ന് വെച്ചാൽ തലയല്ലേ, മുകൾ ഭാഗം അല്ലെ. സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് എവിടെയാണ് പ്രകാശ സ്രോതസ് വയ്ക്കുന്നത്? മധ്യഭാഗത്തും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു. കാണുന്നുണ്ടോ? ഈ പരന്ന പ്രതലം നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. പ്രകാശ സ്രോതസ് തെളിക്കുമ്പോൾ മുകളിൽ വച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇവിടെ ലൈറ്റ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ആ മുകൾ ഭാഗത്തുള്ള എല്ലാ ഔട്ട്ലൈനും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കുന്ന രീതി. അപ്പം എന്താണ് സെനിത്തൽ പ്രൊജക്ഷൻ അഥവാ ശീർഷതല പ്രക്ഷേപം എന്ന് എടുത്തു ചോദിച്ചാൽ ദാ കൊടുത്തിരിക്കുന്നു. പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം. പരന്ന പ്രതലത്തിൽ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, സെനിത്തലാണ്, ശീർഷമാണ്. ഇവിടെ കൃത്യമായിട്ട് പറയാ, സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. മുകൾ ഭാഗത്താണ് പരന്ന പ്രതലം വയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ അല്ലേ? ഇനിയും കോണിക്കൽ പ്രക്ഷേപം എന്താണ് എന്നതാണ് നോക്കാം. കോണിക്കൽ പ്രക്ഷേപം എന്താണ്? ഇവിടെ കണ്ടല്ലടാ, നമ്മൾ ആദ്യം കണ്ടത് സിലിണ്ടറിൽ വീടാണ്. പിന്നെ മുകൾ ഭാഗത്ത് സെനിത്തൽ ഇതാണ് കണ്ടത് അല്ലെ, പ്രൊജക്ഷൻ. ഇപ്പൊ കാണുന്നത് ഒരു കോൺ പോലെയല്ലേ? ഈ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലേ? കോൺ പോലെ ഇല്ലേ? വേണ്ട, കാണുന്നില്ലേ? ഓക്കെ. ഇനി കോണാകൃതിയിലുള്ള, ശ്രദ്ധിക്കാമിട, കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. ഇത് മുതലാണ്. കോണാകൃതിയിലുള്ള പ്രതലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വയ്ക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരെയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോൺ ആകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. അവിടെ 2 പോയിന്റുകൾ പഠിക്കണം. എന്താണ് കോണിക്കൽ പ്രക്ഷേപം എന്നും നമ്മൾ പഠിക്കണം. അതുപോലെ പഠിക്കേണ്ടത് അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിലാണ് വയ്ക്കുന്നതെന്ന് പഠിക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലെ മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് മധ്യഭാഗത്തുള്ള കാര്യങ്ങളുടെ അല്ലെ, ഈ ഭാഗത്തൊക്കെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഏതെങ്കിലും പാർട്ടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭൂപ്രക്ഷേപമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സങ്കേതവും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഭൂമിയിലെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന്, അപ്പം ഇത് നമ്മളിപ്പോൾ കണ്ട 3 രീതിയിലുള്ള പ്രൊജക്ഷൻസ് കണ്ടു. അതുകൂടാതെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗണിതശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്കറിയാം അല്ലേ, നമ്മളിന്ന് AI വരെ സാങ്കേതിക വിദ്യ വരെ എത്തി നിൽക്കുകയാണ്. സോ ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണെന്നും കൂടി നമുക്ക് ഓർക്കാം. അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറച്ചും കൂടി സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നത് ഓർക്കാം. ഇനി എന്താണ്
വിവര വ്യവസ്ഥ അഥവാ ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ. ഭൂവിവര വ്യവസ്ഥ അഥവാ ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. അടുത്ത് നമ്മൾ പറയുന്നത് അതാണ്. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. എന്താണ്? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് അത് സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യമെന്നനുസരിച്ച് നമ്മൾ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, മറ്റ് പട്ടികകൾ മുതലായവ രൂപങ്ങളായി ദൃശ്യവൽക്കരിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനം. അപ്പോൾ അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം ഇതിനെ എന്താക്കുന്നു, നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റുന്നു. ഏതൊക്കെ രീതിയിൽ? ഭൂപടങ്ങളായിട്ടോ ഗ്രാഫുകളായിട്ടോ പട്ടികളായിട്ടോ ഒക്കെ മാറ്റുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായിട്ട് എന്തിൽ ഉപയോഗിക്കാറുണ്ട്? ഭൂവിവര വ്യവസ്ഥയിൽ വയ്ക്കാറുണ്ട്. ഇനി ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാനം ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അപ്പം GIS വിദ്യ അഥവാ ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന പല മേഖലകളെ കുറിച്ച് ചോദിച്ചാലാണെങ്കിലോ, ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ഫോമിലൊക്കെ വരാം ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ്. അപ്പം എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം, ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ നമ്മൾ ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു. അതിനുശേഷം അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു അല്ലെ. ആ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാനം ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് GIS എന്ന്? ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനത്തെ നമുക്ക് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയാം. ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കുന്നു? ഭൂപട നിർമ്മാണത്തിന്, വിഭവ പരിപാലനത്തിന്, പ്രകൃതി ദുരന്ത നിവാരണത്തിന്, അതുപോലെ ടൂറിസം മേഖലയിൽ, ഗതാഗത വാർത്താവിനിമയ മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. അപ്പം നമുക്ക് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകൾ, അതായത് കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകളെ കുറിച്ച് മനസ്സിലാക്കാം. എന്താ പറയാം? ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, അതുപോലെ തന്നെ വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ഇവയെല്ലാം ചിത്രീകരിച്ച് വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ മേഖലകൾ കൃത്യമായിട്ട് SCERT ബുക്കിൽ നിന്ന് ചോദിച്ചാൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ അപ്പം നമുക്ക് അത് വേണ്ട, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കുക ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അല്ലേ. അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ ഈ സാങ്കേതിക വിദ്യ വഴി നമുക്ക് സാധിക്കുമെന്നുള്ളതും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃക അറിയപ്പെടുന്ന പേര്. വാട്ട് ഈസ് ദ മോഡൽ ഓഫ് ദ സ്പെറിക്കൽ എർത്ത് കാൾഡ്? ഏതാണെടാ? നമ്മൾ പറഞ്ഞു അല്ലേ ക്ലാസ്സിൽ? ഓപ്ഷൻ B ആണ്, ഗ്ലോബാണ്. ഓക്കെ. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തെ ഒരു പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ പറയുന്ന പേരെന്നാണ്? ഒരു ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് മാറ്റുന്ന പ്രക്രിയ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ കർവ് സർഫസ് ഓഫ് ദ സ്പെറിക്കൽ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ്? ഏതാണെടാ? അതിനെ പറയുന്ന പേരാണ് ഭൂപ്രക്ഷേപം അഥവാ മാപ്പ് പ്രൊജക്ഷൻ. അടുത്ത ചോദ്യം,
പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദി സർഫസ് ഹൗ മെനി മെയിൻ ടൈപ്സ് ആർ മാപ്പ് പ്രൊജക്ഷൻസ് ഡിവൈഡഡ് ഇൻടു. എത്രയായിട്ടാണ്? 3 ആയിട്ടാണ് അല്ലേ? 3 ആയിട്ട് നമ്മൾ പഠിച്ചു. കോണിക്കൽ ഷേപ്പിൽ നമുക്ക് ജെനിത്തൽ ഷേപ്പിൽ പറഞ്ഞു, അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ പറഞ്ഞു അല്ലേ? സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ 3 എണ്ണം. ഏതൊക്കെയാണടാ? സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, സെനിത്തൽ ശീർഷഭാഗത്തായിട്ട് അല്ലേ? സെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ, സെനിത്തൽ അഥവാ കോണിക്കൽ. മൂന്നെണ്ണമാണ്. ഓക്കെ. അടുത്തത് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതത്തെ സൂചിപ്പിക്കുന്ന ഭൂപട ഘടകം ഏതാണ്? വിച്ച് മാപ്പ് കമ്പോണന്റ് ഇൻഡിക്കേറ്റ്സ് റേഷ്യോ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ് ആൻഡ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്? ഏതാണടാ അത്? അതാണ് തോത്, സ്കെയിൽ. ഓർത്ത് വയ്ക്കുക. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം സാധാരണയായി ഏത് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്? മുകൾ ഭാഗം ഏതാണ്? ഒരു ഭൂപടത്തിന്റെ മോൾ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? നോർത്ത് എന്നല്ലേ പറയുക? വടക്ക് ദിശ. താഴെ സൗത്ത് എന്ന് നമ്മൾ പറയും. അടുത്തത് 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണെടാ? അക്ഷാംശം. ഏതാണ്? ഭൂമധ്യരേഖ എന്ന് പറയുന്നു. 0 ഡിഗ്രി ഇക്വേറ്റർ. പർവ്വതങ്ങൾ, നദികൾ, പീഠഭൂമികൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിനെ നമ്മുടെ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നു, അഥവാ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, നഗരങ്ങൾ, രാജ്യങ്ങളുടെ അതിർത്തികൾ, റോഡുകൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? അതാണ് രാഷ്ട്രീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഭൂപടങ്ങൾ അഥവാ പൊളിറ്റിക്കൽ മാപ്സ്. ബൗണ്ടറീസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ മാപ്സ് ആണ്. ഇനി തീമാറ്റിക് മാപ്സ് എന്നുള്ള നമ്മുടെ റെയിൽവേ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റമോ അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു തീമിനെ ബേസ് ചെയ്ത് വരുന്നതാണ് തീമാറ്റിക് മാപ്പുകൾ. ഒരു ഭൂപടത്തിലെ ചിഹ്നങ്ങളെയും നിറങ്ങളെയും വിശദമാക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണടാ ചിഹ്നങ്ങളെ? അതാണ് സൂചിക, ലെജൻഡ് അഥവാ കീ എന്ന് നമ്മൾ പറയും. 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കി അതിനെ വിളിക്കുന്ന പേരെന്താണ്? ബേസ്ഡ് ഓൺ ദ പ്ലേസ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ലൈൻ പാസസ് ത്രൂ വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? അതിനെ എന്ത് വിളിക്കും? അതിനെ നമ്മൾ 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ എന്ന് നമ്മളിതിനെ വിളിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളും കൂടെ കണ്ടായിരുന്നു. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു SCERT സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.